നമസ്കാരം, സമയം മലയാളത്തിലേക്ക് സ്വാഗതം. 2026 T20 ലോകകപ്പിലെ ഏറ്റവും മികച്ച റൺവേട്ടക്കാരനാകുമെന്ന് പലരും പ്രവചിച്ച താരം, T20 റാങ്കിങ്ങിൽ ഒന്നാമൻ. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ആവേശത്തോടെ കാത്തിരുന്നത് അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടിയായിരുന്നു. പക്ഷേ ലോകകപ്പിൽ അഭിഷേക് ശർമ്മയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നെതർലൻഡ്സിനെതിരായ മത്സരത്തിലും അക്കൗണ്ട് തുറക്കാനാകാതെ മടങ്ങിയതോടെ ആദ്യമായി അഭിഷേകിന്റെ ടീമിലെ സ്ഥാനവും ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ്. സഞ്ജു സാംസന്റെ പേരിലുള്ള ഒരു മോശം റെക്കോർഡിനൊപ്പവും ഇപ്പോൾ അഭിഷേക് എത്തിയിട്ടുണ്ട്. ആ റെക്കോർഡിനെ കുറിച്ചും സൂപ്പർ 8-ൽ അഭിഷേകിന്റെ സാധ്യതകളെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. T20 ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ അഭിഷേക് ശർമ്മയുടെ ഫോം ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. നെതർലൻഡ്സിനെതിരെ 3 പന്തുകൾ മാത്രം നേരിട്ട അഭിഷേക് ആര്യന്തത്തിന്റെ പന്തിൽ ക്ലീൻ ബൗൾഡായാണ് പുറത്തായത്. ഇതോടെ ഈ ലോകകപ്പിൽ തുടർച്ചയായി 3 മത്സരങ്ങളിൽ 0-ന് പുറത്തായിരിക്കുകയാണ് അഭിഷേക്. US-നെതിരെ ആദ്യ പന്തിൽ പുറത്തായി. പാകിസ്ഥാനെതിരെ 4 പന്തുകൾ നേരിട്ടിട്ടും റൺസൊന്നും എടുക്കാനായില്ല. ഇപ്പോൾ നെതർലൻഡ്സിനെതിരെയും ഡക്ക്. ഒരു കലണ്ടർ വർഷം T20-ൽ ഏറ്റവും കൂടുതൽ തവണ 0-ന് പുറത്തായ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് 2024-ൽ സഞ്ജു സാംസൺ കുറിച്ചിരുന്നു. 5 തവണയാണ് സഞ്ജു അന്ന് ഡക്കായത്. ഇപ്പോഴത്തെ 2026-ൽ അഭിഷേക് ശർമ്മയും 5 തവണ ഡക്കായി സഞ്ജുവിന്റെ ആ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ്. ഒരു വശത്ത് റൺസ് അടിച്ചുകൂട്ടി കയ്യടി നേടുമ്പോഴും മറുവശത്ത് ഈ ഡക്കുകൾ അഭിഷേകിന്റെ കരിയറിൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. അഭിഷേകിന്റെ ഈ സമീപനത്തെക്കുറിച്ച് മുൻ താരങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളത്. മുൻ ഇന്ത്യൻ നായകൻ സുനിൽ ഗവാസ്കർ പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യ പന്ത് മുതൽ അടിച്ചു തകർക്കുക എന്ന ഇമേജ് നിലനിർത്താൻ ശ്രമിക്കുന്നതാണ് അഭിഷേകിന് തിരിച്ചടിയാകുന്നത്. ക്രീസിൽ നിലയുറപ്പിക്കാൻ സമയം കണ്ടെത്തണം. മുൻ ഇന്ത്യൻ പരിശീലകൻ രവിശാസ്ത്രിയും പറയുന്നത് അഭിഷേക് ആദ്യം സിംഗിൾ എടുക്കണം, എന്നിട്ട് ക്രീസിൽ നിലയുറപ്പിക്കാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ്. അതേസമയം മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ നാസർ ഹുസൈൻ കരുതുന്നത് ഇത് സാങ്കേതികമായ പ്രശ്നത്തെക്കാൾ ഉപരി ഒരു മെന്റൽ ബ്ലോക്ക് ആണെന്നാണ്. പഴയ മികച്ച ഇന്നിങ്സുകൾ കണ്ട് ആത്മവിശ്വാസം വീണ്ടെടുക്കാനാണ് അഭിഷേകിനോട് അദ്ദേഹം ഉപദേശിക്കുന്നത്. രവിശാസ്ത്രിയും ആത്മവിശ്വാസം വീണ്ടെടുക്കണമെന്ന് അഭിഷേകിന് ഉപദേശം നൽകുന്നുണ്ട്. T20 ലോകകപ്പിൽ ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് സൂപ്പർ 8 മത്സരങ്ങളിലേക്കാണ്. ഇന്ത്യയുടെ അടുത്ത എതിരാളികൾ കരുത്തരായ ദക്ഷിണാഫ്രിക്കയാണ്. ഫെബ്രുവരി 22-ന് നടക്കുന്ന ഈ മത്സരത്തിൽ അഭിഷേകിന് പകരക്കാരനായി സഞ്ജു സാംസൺ എത്തുമോ എന്ന ചോദ്യം ശക്തമാണ്. നമീബിയക്കെതിരെ ലഭിച്ച അവസരത്തിൽ സഞ്ജു 8 പന്തിൽ 22 റൺസ് നേടി പുറത്തായിരുന്നു. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ടീം മാനേജ്മെന്റ് അഭിഷേകിൽ തന്നെ വിശ്വാസം അർപ്പിക്കാനാണ് സാധ്യത. ദക്ഷിണാഫ്രിക്കയുടെ പേസ് ബോളിംഗിനെതിരെ അഭിഷേകിന്റെ നിലവിലെ ഫോം ഇന്ത്യക്ക് വെല്ലുവിളിയാകുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അഭിഷേക് ശരാശരി പ്രകടനം പുറത്തെടുത്താലും ഇന്ത്യ വിജയിക്കുകയാണെങ്കിൽ വിമർശനങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതാകും. എന്നാൽ അഭിഷേക് ഫോമിലെത്താതിരിക്കുകയും ഇന്ത്യ പരാജയപ്പെടുകയും ചെയ്താൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. തുടർച്ചയായ വിജയങ്ങളുമായി ഇന്ത്യ മുന്നേറുമ്പോഴും ഓപ്പണിംഗിലെ ഈ വിള്ളൽ പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. അഭിഷേക് ശർമ്മ തിരിച്ചു വരുമോ അതോ സഞ്ജുവിന് വീണ്ടും അവസരം ലഭിക്കുമോ? ഇക്കാര്യത്തിൽ നിങ്ങൾ എന്താണ് കരുതുന്നതെന്ന് കമന്റ് ചെയ്യൂ. കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി സമയം മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.